2007 ഗൂഗിൾ ഡെവലപ്പർ ഡേ എന്നുള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്ത ഡെവലപ്പർ മീറ്റ് ആണ് 2008 മുതൽ ഗൂഗിൾ I/O എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓരോ വർഷത്തെയും ഗൂഗിളിന്റെ പ്രധാനപ്പെട്ട പ്രൊഡക്ട്സ് അതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ അനൗൺസ് ചെയ്യുന്നത് ഇവിടെയാണ്. കുറെ വർഷങ്ങളായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്ത പ്രൊഡക്ട്സ് തന്നെയാണ് ഗൂഗിൾ I/Oയുടെ പ്രധാന അട്രാക്ഷൻ. എന്നാൽ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ചും ഓപ്പൺ AI ജനറേറ്റീവ് AIയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയ ശേഷം ഗൂഗിൾ അല്പം ടെൻസ്ഡ് ആയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ പെട്ടെന്ന് റിലീസ് ചെയ്ത ഗൂഗിൾ ബാർഡ് തുടക്കത്തിൽ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. പക്ഷേ പതിയെ അത് ഇംപ്രൂവ് ആയി വരുന്നതും ഗൂഗിളിന്റെ ഏറ്റവും വലിയ ലാർജ് ലാംഗ്വേജ് മോഡലായിട്ടുള്ള ജെമിനിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ഗൂഗിൾ I/Oയിൽ ഏറ്റവും അധികം കേട്ട വാക്ക് AI എന്നുള്ളതായിരുന്നെങ്കിൽ ഈ വർഷം അത് ജെമിനി എന്നുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഗൂഗിൾ I/Oയിൽ പറഞ്ഞ ഒരു 90-95% കാര്യങ്ങളും ജെമിനി ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഈ 2024 ഗൂഗിൾ I/Oയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഏറെക്കുറെ സെയിം കോസ്റ്റ്യൂമിലും സ്റ്റൈലിലും സുന്ദർ പിച്ചായി തുടങ്ങിയത് തന്നെ ജെമിനി എറ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കഴിഞ്ഞ ഗൂഗിൾ I/Oയിലാണ് ഗൂഗിൾ ജെമിനി അനൗൺസ് ചെയ്തത്. ഇതൊരു മൾട്ടി മോഡലാണ്, അതായത് ടെക്സ്റ്റ് മാത്രമല്ല ഇമേജ്, വീഡിയോ, കോഡ് ഇതിനെയൊക്കെ അനലൈസ് ചെയ്ത് ഔട്ട്പുട്ട് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മോഡൽ. ജെമിനി റിലീസ് ചെയ്ത് 2 മാസത്തിന് ശേഷം തന്നെ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെമിനി 1.5 Pro റിലീസായി. ഗൂഗിളിന്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രൊഡക്ട്സിലും ജെമിനി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഗൂഗിൾ സെർച്ചിലാണ്. ഗൂഗിൾ സെർച്ചിൽ AI ഓവർവ്യൂ എന്നുള്ളൊരു ഫീച്ചറാണ് അവർ അനൗൺസ് ചെയ്തേക്കുന്നത്. ഗൂഗിൾ സെർച്ചിൽ ഒരു എക്സ്പെരിമെന്റൽ ഫീച്ചർ ആയിട്ട് ജനറേറ്റീവ് സെർച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ നോർമൽ സെർച്ചിന്റെ ഒപ്പം തന്നെ ജനറേറ്റീവ് സെർച്ചിന്റെ റിസൾട്ടും അത് തരും. ഇതുവഴി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെർച്ച് ക്വറീസ് ചോദിക്കാൻ പറ്റും. അടുത്തായിട്ട് ഗൂഗിൾ ഫോട്ടോസ് ആണ്. ഗൂഗിൾ ഫോട്ടോസിൽ ഓൾറെഡി ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. എന്നാൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയ ചോദ്യങ്ങൾ ഈ ജെമിനി ബേസ്ഡ് സെർച്ച് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു വലിയ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് കാറിന്റെ നമ്പർ മറന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫോട്ടോസിൽ പോയിട്ട് കാറിന്ന് സെർച്ച് ചെയ്ത് എല്ലാ കാറുകളും കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമ്മുടെ കാറിന്റെ നമ്പർ കണ്ടുപിടിക്കണം. എന്നാൽ അതിന് പകരമായിട്ട് വാട്ട്സ് മൈ ലൈസൻസ് പ്ലേറ്റ് നമ്പർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാവുന്ന രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെർച്ചാണ് ജെമിനി ബേസ്ഡ് ആയിട്ടുള്ള ഗൂഗിൾ ഫോട്ടോസിലുള്ളത്. ഗൂഗിൾ ഫോട്ടോസിലെ ഈ ജനറേറ്റീവ് AI സെർച്ചിനെ ആസ്ക് ഫോട്ടോസ് എന്നാണ് നെയിം ചെയ്തേക്കുന്നത്. ഇത് അടുത്ത ഡിസംബറിലാണ് റിലീസാവുന്നത്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജെമിനിനെ കുറിച്ച് പറയുന്നത്. ഒന്ന് മൾട്ടി മോഡാലിറ്റി, അതായത് പലതരം ഡാറ്റ, ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ ഇതൊക്കെ അനലൈസ് ചെയ്യാനായിട്ടുള്ള കഴിവ്. 2 വളരെ വലിയൊരു കോണ്ടെക്സ്റ്റ് വിൻഡോ. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു ജനറേറ്റീവ് AI റെസ്പോൺസ് തരുന്നത് എന്നുള്ളതാണ്. നമുക്കൊരു നോർമൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, നമുക്കൊരു ഡാറ്റ സപ്ലൈ ചെയ്തിട്ട് ആ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് എനിക്ക് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് ആ ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കും. ഇപ്പോൾ ജെമിനി സപ്പോർട്ട് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് 1 million ആണ്. അത് വലിയൊരു എമൗണ്ട് ആണ്. അതായത് ഏതാണ്ട് 2100 പേജിലുള്ള ഒരു PDF അല്ലെങ്കിൽ മണിക്കൂറുകളുടെ ഓഡിയോയോ ഒരു മണിക്കൂർ വലിപ്പമുള്ള വീഡിയോയോ ഒരു കംപ്ലീറ്റ് റെപ്പോസിറ്ററിയോ ഒക്കെ അനലൈസ് ചെയ്തിട്ട് എളുപ്പത്തിൽ റെസ്പോൺസ് തരാനായിട്ട് ഈ 1 million കോണ്ടെക്സ്റ്റ് സൈസ് വഴിയായിട്ട് സാധിക്കും. പുതിയ അനൗൺസ്മെന്റ് പ്രകാരം ഈ കോണ്ടെക്സ്റ്റ് വിൻഡോയുടെ സൈസ് 2 million ആയിട്ട് ഉയർത്തും എന്നുള്ളതാണ് പറയുന്നത്. ഇൻഫിനിറ്റ് കോണ്ടെക്സ്റ്റ് വിൻഡോ, അതായത് ലിമിറ്റ് ഇല്ലാത്ത കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്നുള്ളതാണ് സുന്ദർ പിച്ചായി പറയുന്നത്. ഗൂഗിൾ വർക്ക് സ്പേസിലും ജെമിനി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് സ്പേസിലെ എല്ലാ പ്രൊഡക്ട്സിലും ജെമിനിക്കായിട്ട് ഒരു ടാബ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഒരു വിർച്വൽ ടീം മേറ്റിനെ ഉണ്ടാക്കാനുള്ള ഒരു ഫീച്ചറും അവർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രൊജക്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം മേറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് എന്താണ് ജോബ്, എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്നൊക്കെ ഉള്ള സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ വിർച്വൽ ടീംമേറ്റിനോട് ചോദിച്ചാൽ മതി. അതായത് ഒരാളെ നിയമിക്കുന്നതിന് പകരമായിട്ട് ഒരു വിർച്വൽ ഏജന്റിനെ നിയമിക്കുന്നത് പോലെ. അതുപോലെ ജിമെയിലിന് ജെമിനി ഉപയോഗിച്ചിട്ട് ഇമെയിൽ കണ്ടന്റിൽ നിന്ന് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വന്ന ഇമെയിലുകളുടെ ഒരു സമ്മറി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാറ്റ് പ്രോംപ്റ്റിലൂടെ അത് ഈസി ആയിട്ട് സാധിക്കും. ഇനിയിപ്പോൾ PTA മീറ്റിങ്ങിന് പോകാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു റെക്കോർഡിംഗ് ഉണ്ടെന്ന് കരുതുക. ഇത് ഗൂഗിൾ മീറ്റിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മറിയും നമുക്ക് ഫുൾ വീഡിയോ കാണാതെ അതിൻ്റെ സമ്മറി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 68 ലാംഗ്വേജസിൽ വ്യത്യസ്ത ഭാഷകളിൽ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ലഭിക്കും. അതുപോലെ ജെമിനി മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിനെ കമ്പൈൻ ചെയ്തും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ജിമെയിലിൽ നിന്ന് ജെമിനി ആക്സസ് ചെയ്തിട്ട് റെസിപ്റ്റ് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അതായത് എൻ്റെ ഇമെയിലിലെ റെസിപ്റ്റ്സ് എല്ലാം കൂടെ എനിക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഈ ഇമെയിൽസിൽ നിന്നുള്ള റെസിപ്റ്റ്സുകളെല്ലാം റെസിപ്റ്റായിട്ട് വന്നേക്കുന്ന ഇമെയിലുകളൊക്കെ എടുത്തിട്ട് ആ PDF-കളെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് കോപ്പി ചെയ്യും. അത്തരത്തിലുള്ള ഓട്ടോമേഷൻസും ഇത് വെച്ച് സാധിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ഗൂഗിൾ പ്രൊഡക്ട്സിനെ കമ്പൈൻ ചെയ്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു അനൗൺസ്മെന്റ് ഏജൻസ് ആണ്. നമ്മൾക്ക് പകരമായിട്ട് നമുക്ക് വേണ്ടി ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഏജൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഷൂ വാങ്ങിയത് പാകമായില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഓർഡറിന്റെ സമ്മറി എടുത്ത് ഓർഡർ നമ്പർ കണ്ടുപിടിച്ച് റിട്ടേൺ ഷെഡ്യൂൾ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് പകരമായിട്ട് ഒരു ഏജന്റിന് അത് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു അനൗൺസ്മെന്റ് ആണ് ജെമിനി 1.5ന്റെ ഒരു ലൈറ്റ് വേർഷൻ. അതിന് ജെമിനി 1.5 ഫ്ലാഷ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ലോ ലാറ്റൻസി വേണ്ട സ്ഥലങ്ങളിൽ വളരെ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടണം, ഹൈലി അക്യുറേറ്റ് അല്ലെങ്കിൽ കൂടെ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടേണ്ട ഒരു സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഈ ജെമിനി 1.5 ഫ്ലാഷ് എന്ന് പറയുന്നത്.
ഇനി ഈ വർഷത്തെ ഗൂഗിൾ ഐ.ഒയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് നടത്തിയ ഗൂഗിൾ പ്രൊജക്ട് എന്ന് പറയുന്നത് ഗൂഗിൾ ആസ്ട്രയാണ്. ഇതിൻ്റെ ഒരു ആദ്യ പ്രിവ്യൂ നേരത്തെ പുറത്തിറങ്ങിയായിരുന്നു. എന്നാൽ അതൊരു ഫേക്ക് വീഡിയോ ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നായിരുന്നു. നേരത്തെ ഫേക്ക് എന്നുള്ളൊരു ഇമേജ് വന്നുകൊണ്ടായിരിക്കാം ഇതിൽ കാണിച്ച ഡെമോയിൽ ഓരോ വീഡിയോസും സിംഗിൾ ടേക്കിലെടുത്ത വീഡിയോസ് കമ്പൈൻ ചെയ്തതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഫോണിലെ ലൈവ് ക്യാമറ പോയിന്റ് ചെയ്തിട്ട് സ്ക്രീനിലുള്ള ഓരോ ഒബ്ജക്റ്റും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിന് കിട്ടുന്ന റെസ്പോൺസുമാണ് ഈ വീഡിയോയുടെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് മാത്രമല്ല, ഡാലിയൊക്കെ പോലെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്ന ഇമാജിൻ 3 എന്നുള്ളൊരു ടൂളും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആ പ്രോംപ്റ്റിന് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള ഹൈ ക്വാളിറ്റി ഇമേജ് ജനറേറ്റ് ചെയ്ത് തരാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂസിക് ജനറേറ്റ് ചെയ്യാനായിട്ടും വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട്, അതൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റ് അനുസരിച്ചുള്ള വീഡിയോ ജനറേറ്റ് ചെയ്ത് തരാനായിട്ടുള്ള വിയോ എന്നുള്ളൊരു ടൂളും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റ്സും നടന്നിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ ടെൻസർ ഫ്ലോ പ്രോസസ്സിംഗ് യൂണിറ്റ് TPU, കോംപ്ലക്സ് ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്, മെഷീൻ ലേണിംഗ് ഒക്കെ. അപ്പോൾ അതിൻ്റെ 6th ജനറേഷൻ ആയിട്ടുള്ള ട്രിലിയം റിലീസ് ചെയ്തു. അത് മുമ്പത്തെ ജനറേഷനേക്കാളും 4.7 മടങ്ങ് ഇംപ്രൂവ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ NVIDIA ആയിട്ടുള്ള പാർട്ണർഷിപ്പിനെ പറ്റിയും എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള AI ഹൈപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ചും ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിനെ കുറിച്ചും മറ്റേത് ക്ലൗഡ് പ്രൊവൈഡറിനേക്കാളിലും 10 മടങ്ങ് റീച്ചുള്ള ഫൈബർ നെറ്റ്വർക്കിനെ കുറിച്ചും ഒക്കെ സുന്ദർ പിച്ചായി പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് സർക്കിൾ ടു സെർച്ച്. സാംസങ്ങിന്റെ ഫോണിലൊക്കെ അത് വല്ലാതെ അഡ്വർടൈസ് ചെയ്തതായിരുന്നു. ഈ സർക്കിൾ ടു സെർച്ച് കൂടുതൽ ആൻഡ്രോയിഡ് ഡിവൈസസിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിൽ വെറും സെർച്ചിന് പകരമായിട്ട് പ്രോബ്ലം സോൾവിംഗ് അടക്കമുള്ള ഒത്തിരി ഫീച്ചേഴ്സ് അതിൻ്റെ അകത്തേക്ക് ഫ്യൂച്ചറിൽ ആഡാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ചിൻ്റെ അകത്ത് ലൈവ് വീഡിയോനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറും റിലീസാവും. അതുപോലെ ജെമിനിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജന്റ് പോലെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ജെം എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജെമിനിയുടെ കസ്റ്റമൈസ്ഡ് വെർഷൻ ആയിട്ട് നമുക്കതിനെ പറയാം. ഫോർ എക്സാമ്പിൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, മാത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ജെം അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ദെൻ നമുക്ക് ഈ ജെമ്മുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ജെമിനി 1.5 പ്രോയിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ആൻഡ്രോയിഡിൽ വരുന്ന അപ്ഡേറ്റിൽ ജെമിനി ആൻഡ്രോയിഡിൽ കണ്ടന്റ് അവെയർ ആയിട്ട് വർക്ക് ചെയ്യും. ഉദാഹരണത്തിന് നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടാണ് ജെമിനി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോനെ ബേസ് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാം. അതുപോലെ ഡിവൈസിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന രീതിയിൽ ജെമിനിയുടെ നാനോ മോഡൽ കൂടെ റിലീസ്ഡാവും. അതായത് ക്ലൗഡിലായിരിക്കില്ല അത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ അകത്തായിരിക്കും. അത് ആദ്യമായിട്ട് ഗൂഗിൾ പിക്സൽ ഈ വർഷത്തിൻ്റെ അവസാനത്തോടു കൂടെ റിലീസ്ഡാവും. നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിവൈസിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു ഫോൺ കോൾ വരികയാണ്, അതൊരു ഫേക്ക് കോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയോയിൽ നിന്ന് ആ കോൾ അനലൈസ് ചെയ്തിട്ട് അതൊരു ഫേക്ക് കോൾ ആണെന്ന് അതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ ആ സിസ്റ്റം അത് ഡിറ്റക്ട് ചെയ്തൊരു വാർണിംഗ് മെസ്സേജ് നമുക്ക് തരും. അതേസമയം നമ്മുടെ കോൾ ആ ഓഡിയോ പുറത്തേക്ക് പോവില്ല, നമ്മുടെ ഡിവൈസിൻ്റെ അകത്ത് തന്നെയായിരിക്കും അത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവുക. ഓൾറെഡി ജെമിനിയുടെ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിൽ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ഓഡിയോ കോൺവെർസേഷൻ നടത്താനായിട്ടുള്ളൊരു ഫീച്ചർ റിലീസ്ഡ് ആവും. അതായത് നമുക്ക് വോയിസിലൂടെ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജെമിനി ആസ്ട്രോ, ഈ ആസ്ട്രോയും ഈ വർഷം അവസാനത്തോടു കൂടെ ആൻഡ്രോയിഡിൽ ഇൻ്റഗ്രേറ്റഡ് ആകും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതനുസരിച്ച് നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അത് പോയിന്റ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലൈവായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഗൂഗിളിൻ്റെ ഓപ്പൺ മോഡലായിട്ടുള്ള ജെമ, അതിനെ പറ്റിയുള്ള ഡിസ്കഷനും ഇതിൻ്റെ അകത്തുണ്ടായി. അതായത് ഈ ജെമ എന്നുള്ള മോഡലിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നവരസ എന്നുള്ളൊരു ലാംഗ്വേജ് പ്രൊജക്റ്റ് ഈ ജെമ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയും ഈ വീഡിയോയുടെ അകത്ത് കാണിക്കുന്നുണ്ട്. അവസാനമായിട്ട് അവർ പറയുന്നത് റെസ്പോൺസിബിൾ AI കുറിച്ചാണ്. AI മിസ്യൂസ് ചെയ്യാതെ സെൻസിബിൾ ആയിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് റെസ്പോൺസീവ് AI എന്ന് പറയുന്നത്. AI അസിസ്റ്റഡ് റെഡ് ടീമിംഗ് എന്നുള്ള പ്രോസസ്സ് വഴിയായിട്ട് AI മോഡൽസിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നു. അതുപോലെ ഇമേജ്, വീഡിയോ ഇതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നതും ഫേക്ക് ഇൻഫർമേഷൻ സ്പ്രെഡ് ആവുന്നതും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ മാർക്കിംഗ് കൊണ്ടുവന്നിരുന്നു. അതിന് സിന്ത് ID എന്നുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. സിന്ത് ID എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ വാട്ടർ മാർക്കിംഗ് ആണ്. അതായത് മനുഷ്യർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ ഒരു സിസ്റ്റത്തിന് കണ്ടന്റ് AI ജനറേറ്റഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ടെക്നോളജി ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതുവഴിയായിട്ട് ഒരു കണ്ടന്റ് അത് AI ജനറേറ്റ് ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള തരത്തിലുള്ള AI പ്രൊജക്റ്റുകളെ പറ്റിയും ഇവർ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡിൻ്റെ ആൽഫ ഫോൾഡ് എന്നുള്ള പ്രൊജക്റ്റ്, അത് രോഗനിർണയത്തിനും മരുന്നുകളുടെ നിർമ്മാണത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് വഴിയായിട്ട് 80-ലധികം രാജ്യങ്ങളിലെ ആളുകളുടെ സുരക്ഷയ്ക്കായിട്ട് അവർക്ക് യുണൈറ്റഡ് നേഷൻസിനെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പഠനത്തിന് സഹായിക്കുന്ന ലേൺ LM എന്നുള്ള ലാംഗ്വേജ് മോഡൽ,
അങ്ങനെ സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള ഒത്തിരി ടൂൾസ് അവർ ഇതിൻ്റെ അകത്ത് റിലീസ്ഡ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഗൂഗിൾ ജെമിനി എന്നുള്ളത് വളരെ വലിയൊരു ഹൈപ്പാണ് ഗൂഗിൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് എന്തുമാത്രം ആ ലെവലിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ കൈകളിൽ എത്തുമ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ടൂൾസ് വരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് ടിൻറ്റു സൈനിങ് ഓഫ്.